എന്റെ അപ്പോ നമ്പർ പറ അണ്ണാ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് ഒരു റോഡ് ഷോ നടത്തണം എല്ലാരും നിങ്ങക്ക് ജാക്കറ്റ് വന്നില്ല. നിങ്ങക്ക് ജാക്കറ്റ് നമ്പർ പറ സെറ്റ് നമ്പർ പറ. ഇതാര് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ വെള്ളം മൂടി വെള്ളം ഉടുപ്പ് കുഞ്ഞുമാവത്ത് ഊങ്ങൾക്ക് ഇത് അറിവ് ഇരിക്കാടാ. നമ്മള് ടീഷർട്ട് അല്ലേ? നിങ്ങള് ഇന്ന് നിങ്ങള് ഇഷ്ടമുള്ള ഇട്ടോ അല്ലേ? ഫസ്റ്റ് ദിവസം അല്ലേ നിങ്ങളൊരാഗ്രഹത്തിൽ നിന്ന് ഇട്ടോ. പിന്നെ സ്ഥിരമാക്കരുത്. നമ്മുടെ ഡ്രസ് വന്നില്ല. ഇട്ടോട്ടെ. അയ്യോ വിഷയസ്ഥാനം. ഇന്നലെ പാതിരാത്രി അല്ല നമ്മള് വെടി കണ്ടായിരുന്നില്ല അന്ന്. ഞാൻ കണ്ടായിരുന്നു തല്ലില്. ഇട്ടോട്ടെ. ഏതാ അല്ലേ ഡ്രസ് നോക്ക് അങ്ങോട്ട്. ഡ്രസ് അങ്ങ് നോക്ക്. കൊള്ളാണ്. കേട്ടില്ല. ഞാനാണ് മാസ്ക് എടുത്ത ഉണ്ടല്ലേ കണ്ടില്ലടാ. എനിക്ക് കയ്യിലോട്ട് അടിക്കുന്നില്ലല്ലേ. കഷത്തല്ലേ ബ്രോ ഒന്ന് മാറോ ബ്രോ. ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ബ്രോ. ഒന്ന് ഇപ്പൊ മാറുന്നു. മാസ്ക് 331 മാറണ്ടോ? മാസ്ക് എത്രയാണ്? 331. എടാ സൈക്ക മാറലിന് ഡ്രസ് ഏതാ? കോഡ് എത്ര? അതേതാണ്? മാസ്കിൽ തന്നെയല്ലേ? മാസ്ക് മാറലിന്റെ കോഡ് പറഞ്ഞ. ഇനി എന്തിനാണ് ഇത്രല്ലേ ഉള്ളൂ? കൈ എത്ര? കൈ പറഞ്ഞാ ഇത് നിങ്ങൾ ആരും കൈ പറഞ്ഞാണ്. ചുറ്റും ആള് ഹലോ ഞാൻ 32 കേട്ടോ. 32 അത്ര ഉള്ളു. ഞാൻ പോകുന്നു. മാസ്ക് എത്രയായിരുന്നു? 331. എടാ ഒന്ന് സ്റ്റിറല ഒത്തിരി കൊണ്ടുവന്നോ. where are you? Hi, Balam bro, hi. Fluffy bro. Hi, hi. ഉണ്ടാക്കി വെക്കുന്നവൻ വരുന്നതിന് എന്നെയാണ് ഞാൻ എപ്പോഴും മാസ്ക് ആയിട്ടുണ്ട്. നീ ഇഷ്ടമുള്ള ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇഷ്ടമുള്ള കേട്ടോ. പാന്റ് ഇടായിരുന്ന പിന്നെ ഗട്ടിയായിട്ടിരിക്കുന്നു. ബാക്കെന്താടാ അതിന്റെ അമ്മ. ഈ കുട്ടിയുടെ ഇവിടെ വന്നേക്കണ മനസ്സിലായ തല വെട്ടും. എനിക്ക് അവനെ അടിക്കണം. ചിലപ്പോ അടിച്ചു മോനെ ഈ മോനെ കേറ്റട്ടെ ഇവരെ. ഒരു പരിപാടി നീ ഒരു പരിപാടി ചെയ്യാൻ നിക്കല്ലേ? അത് കഴിയട്ടെ. എടാ ഡ്രസ്സിന്റെ കോഡ് പറ കറക്റ്റ്. ഇത് എനിക്ക് ഓർമ്മ. ഇതാണ് പേരുണ്ടെന്ന് പറഞ്ഞു. പേര് കാണിക്കണല്ലോ. ഇതാണ് ടീഷർട്ട്. ഇത് ടീഷർട്ട്. ഇതാ ടീഷർട്ട്. ഇത് മാസ്ക്. സെപ്പറേറ്റ് ചെയ്ത മാസ്ക് ആണിത്. ഇതുപോലെ ലോങ്. രഞ്ജു ബ്രോ എവിടെയാണ്? കാണാനില്ലല്ലോ രഞ്ജു ബ്രോ. എന്ത് പറ്റി? എന്റെ അമ്മോ. ദ ബീസ്റ്റ് ഇൻകാർണേറ്റ്സ് ഏതല്ലേ? ഹലോ എന്തരിത്? ഏതാണ് ഈ അല്ലേ?
എവിടെ 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 ഒരെണ്ണം? ദാ ഓ, സൗണ്ട് എന്റെ അമ്മോ. എന്റെ അമ്മോ. ഈ പാട്ട് വേണോ? അയ്യോ. പാട്ടിന്റെ ആവശ്യമുണ്ടോ? എന്തിനെടാ രാജിത്? എന്റെ അമ്മോ. എടാ എടാ, ഒന്ന് റേഡിയോ സെല്ലാട് റേഡിയോ ഒന്ന് പറയട്ടെ. അണ്ണാ, മറ്റേതിന്റെ ശബ്ദം എടാ, ഒരു second. ഗെയിം സൗണ്ട് കൂട്ടിയാ മതി. ആ, 15 ആക്കിയാ മതി ഓക്കേ, ശബ്ദം. ഗെയിം സൗണ്ട് ആ, 20 ആക്കിയാ മതി. ഓക്കേ, 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 ഓക്കേ. 20 15 ആക്കിയാ മതി. ഓക്കേ, ഓക്കേ, ഓക്കേ. ശബ്ദം കൂടും. ഇനി കൂട്ട്. ഓ, എന്റെ അമ്മോ. എന്റെ അളിയാ. ഡൺ, ഡൺ. ആ, കളിക്കാൻ നിക്കല്ലേ. എന്റെ അമ്മോ. എന്തൊരായത് കണ്ട കണ്ട ഐ ആം ഓൾവേസ് ഇമ്മോർട്ടൽ. വണ്ടിക്ക് ജീവൻ കൊടുത്തോണ്ടുള്ള ഒരു സംഭവമാണ്. എന്റെ അമ്മോ. എന്തിനല്ലേ ഇത്? പൊളിയോ. ഇവിടെ ചായ ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറയാല്ലേ. എന്തിനു ബീജം വെക്കാം സത്യം. ഞാനാണെങ്കിൽ സത്യം പറയാല്ലേ. എടാ ഗുലാരെ, ഞാൻ അവിടെ നിക്കാണ്. അല്ലല്ല, ഞാൻ അവിടെ നിക്കാണ്. അപ്പൊ വണ്ടി ഇവിടെ ദൂരെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിൽ ഈ ബീജം ഇല്ലേ, കറക്റ്റ് എന്റെ മൈൻഡ് ഈ ബീജമാണ്. അല്ല വീഡിയോയിൽ ഈ ബീജം അല്ലേ വന്ന. അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഞാൻ ആ ബീജം എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ തോന്നുന്നത് ഈ സെയിം സാരം. എന്റെ ആളിയാ. സാറ്റിസ്ഫാക്ഷൻ ഒന്നും പറയാനില്ല. ഇതിന് സൗണ്ട് വരുമോ? വേണ്ട, അത് സത്യം വേണ്ട. അതിനല്ലേ വേണ്ട, ഒന്നിനും മതി. ശരിയാണ്, എല്ലാത്തിനും കൂടെ വെച്ചാൽ ബോറായിപ്പോ. സത്യത്തെ ഓ, ഏതല്ലേ എടാ, ഇത് നീ സ്പോൺ ചെയ്തില്ല. കീ തന്നാണ്ടാ എനിക്ക്. സ്റ്റാലിന് വരാൻ പറ്റൂല. നെറ്റീഷ് ഉണ്ടോ? നെറ്റീഷ് ഉണ്ടോ? എടാ എടാ, ഇതില് ഗ്ലോ വരത്തില്ലേ? ഇതില് ഗ്ലോ വരത്തില്ലേ? ഇതില് അധികം കൂടെ അറിയത്തുള്ളല്ലേ? ഓക്കെ. ഇതിന്റെ അകത്ത് അത്രയും ഗ്ലോ ഇല്ല. കാരണം ഇത് മെയിൻ ആയിട്ട് ഇത് സിറ്റുവേഷനിൽ ഇറക്കുന്ന വണ്ടിയല്ലേ. അപ്പൊ അത്രയും ഗ്ലോ ഇറക്കുന്നത് ബോറായിരിക്കും സത്യം പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന തന്നെയാണ് കറക്റ്റ്. മനസ്സിലായില്ലേ? ചെറിയ ഗ്ലോ ഉള്ളൂ, അതാണ് വൃത്തിയിരുന്നത്. ഇപ്പൊ ഗ്ലോ കൂട്ടിയാലേ, ഒരുപാട് ഗ്ലോ കൂട്ടി കഴിഞ്ഞാൽ ബോറാവും. വണ്ടിയുടെ ലൈറ്റ് രണ്ടിന് രണ്ടാണ്, സെയിം അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വണ്ടി ഫ്രണ്ടില്, രണ്ട്. അപ്പൊ നമ്മളെ ടിവിയിലോട്ട് ഒരു പുതിയ മെമ്പറിനെ അപ്പൊ നമ്മള് ഇന്ന് അപ്പൊ റെഡി പറയാം. അപ്പൊ ടിവിയിലോട്ട് നമ്മള് ഒരു പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാൻ പോവുകയാണെന്ന്. സോ വെൽക്കമിങ് ടിവിഎ കാർണേജ്. ഇനി എല്ലാരും ഇങ്ങോട്ട് വന്നാണ്, എല്ലാരും അടുത്തോട്ട് വന്നാണ്. രായ turn on the music. You deserve it. സത്യം പറഞ്ഞു കഴിഞ്ഞാ നാളെ എന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്യണ ഡേ ആണ്. ഞാൻ ചുമ്മാ പറയണല്ല, സീരിയസ് ആയിട്ട് പറയണ. ഇന്ന് രാത്രി ഞാൻ ലൈവ് ഇടാൻ വേണ്ടിട്ട് ഞാൻ വരണതിന് മുമ്പേ അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, നാളെ കറണ്ട് കട്ട് ചെയ്യും, ഒന്നും കൂടെ ഉള്ളു എന്ന് പറഞ്ഞതേ ഉള്ളു. സീരിയസ് ആയിട്ട് ഞാൻ പിന്നെ എല്ലാരും ഡൗൺ ടൈം ആയോണ്ട് ആർക്കും പറയണ്ട, എന്തിനു ചെയ്യാൻ അറിഞ്ഞൂടാതെ സത്യം പറഞ്ഞ എന്റെ കിളി പറഞ്ഞിരിക്കും. 2000 വെച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു കൊടുക്കാം. ഇപ്പൊ അയച്ചു കൊടുക്കാം. എനിക്ക് അറിഞ്ഞൂടാ കാര്യം, സത്യം പറയാല്ലേ. ഞാൻ ഒന്നും പറയണില്ല, പക്ഷെ
മൊത്തത്തില് ഞാൻ ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു. എന്തൊരു ചെയ്യാ അറിഞ്ഞുകൂടാതെ ഞാൻ ഇരിക്കുവായിരുന്നു. നിങ്ങളെല്ലാരും ഏകദേശം 2000 കൂടെ എനിക്ക് അയച്ചു തന്നിട്ട് അതോടെ അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗൗതം പറ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതോടെ എനിക്ക് കൊടുക്കുക 1000. അണ്ണ എടാ ഇത് കൊറേ പേരടാ, കൊറേ പേര് എനിക്ക് അണ്ണ താങ്ക് യു. അണ്ണ എന്തിനാ ഇത് രഞ്ജു ബ്രോ ഞാൻ എല്ലാവരും കൂടി ചേർത്താണ് അയച്ചത്. എന്നാലും ഇപ്പോൾ രണ്ടാമത് അയച്ചത്. ഇപ്പോൾ വീണ്ടും രഞ്ജു ബ്രോ വീണ്ടും അയച്ചതും കൂടി അയക്കാം. ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അയക്കുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് അയക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാരണം പിന്നെ 2-3 പേരൊക്കെ വീണ്ടും ഫണ്ട് അയക്കുന്നത്. അപ്പോൾ എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നത് ഇതായിരിക്കും. അപ്പം വീണ്ടും ഒരു 2200 റുപ്പീസ് 2-3 പേരും കൂടി അയച്ചത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ചേർത്ത് ലൈക്ക് ലാസ്റ്റായിട്ട് ഒന്ന് അയച്ചിട്ട് നമുക്ക് ഇറങ്ങാം. മാർസൽ ബ്രോ ചെയ്തിട്ടുണ്ട്, രഞ്ജു ബ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരാളെ ഫോൺ പേയിൽ 1000 ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു? അനു ബ്രോ. അതെ നമ്മളെ എംപയർ ബ്രോ സെറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഗൂഗിൾ പേയിലെ സ്നേഹം മാത്രം. രഞ്ജി ബ്രോ താങ്ക് യു ഫോർ ദ $6. ഞാൻ അതുകൂടി കൊടുക്കാം, അവന് കൊടുക്കാം. സിറ്റി കയറാടാ, സിറ്റി കയറാടാ. വെയിറ്റ് എല്ലാവർക്കും കൂടി ഇതൊന്ന് ജീപ്പ് ചെയ്ത് കൊടുത്തോട്ടെ കൈസ്. എൻ്റെ കയ്യിൽ കുറേ ജീപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതുകൂടി കൊണ്ടാ ട്രോഫി പിണങ്ങിണ്ട എന്തിന് എന്റെ ബാലൻസ് അണ്ണ ഒന്ന് വീസി വാ. അണ്ണ ഒന്ന് വീസി വാ. വീസി വരാനായിട്ട് വീസി വാ അണ്ണ പ്ലീസ്. അണ്ണ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒന്ന് വീസി വാ. ഹലോ അണ്ണ അണ്ണ എന്തിനണ്ണ ഇത്? ഇതൊക്കെ നീ ഡിസർവ് ചെയ്തേണ്ട. ഇതിവിടെ ഉള്ള ഒരാൾ വരും പറയൂല നീ ഡിസർവ് ചെയ്യാത്തതാണെന്ന് പറയൂല. നീ അത്രയ്ക്കും ഡിസർവ് ചെയ്യുന്നുണ്ട്. നിന്റെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം. ലൈക്ക് നീ ഇതിന്റെ പിറകെ നീയും ഗുലാനും ഇവരൊക്കെ കുറെ മറൽസിലുള്ള പിള്ളേർ ഇവരൊക്കെ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ടത് ആണ്. അപ്പോൾ അതുകൊണ്ട് നീ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തത്. ഞാൻ എല്ലാവരും ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഞാനായിട്ട് ചെയ്തതല്ല. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും പേരെടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ മൈൻഡോട് കൂടി പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചെയ്തത്. അണ്ണ ഇത് ഒരു മിനിറ്റ്. $60K ഒക്കെ ആയി പറഞ്ഞ 59K സോറി 59. എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പെട്ടെന്ന് അണ്ണ ഇത് കണ്ട അണ്ണ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വാട്സപ്പിൽ അണ്ണൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ മാസം എനിക്ക് ലൈക്ക് വന്നതാ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ വന്നപ്പോഴും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു ഇതാ എനിക്ക് എന്തിനു ചെയ്യണമെന്ന് തന്നെ അറിഞ്ഞൂടാ. സത്യം പറയല്ലേ, എല്ലാരും അവസ്ഥ എന്ത് മാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് എന്തിനു ചെയ്യൂന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ച ഇതിന് വേണ്ടിട്ട് ഒന്നും അല്ല. ഞാൻ ലൈക്ക് മനസ്സിലായി. ഞാൻ എല്ലാ വർഷവും ലൈക്ക് എന്തിനു പറയണ എനിക്ക് കരച്ചില് വരണ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? കൊറേ മെസ്സേജ് ഇങ്ങനെ അയച്ചു വന്നോണ്ടിരിക്കണ. ഇത് താങ്ക് യു സോ മച്ച്. ഞാൻ മൊത്തത്തില് സത്യം പറയാ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സത്യം പറയാ നിങ്ങള് ഇപ്പൊ ചെയ്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. കാരണം ഞാൻ അത്രത്തോളം ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു ബ്രോ. അണ്ണ ലവ് യു അണ്ണ. എനിക്കൊന്നും പറയില്ല അണ്ണ സത്യായിട്ട്. തീർന്നിട്ടില്ല അത് പറയാ അണ്ണ. വെയിറ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്.
ഇതോടി നിനക്കുള്ളതാണ്. ഇതിപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓരോരുത്തർ തന്നതാണ്. അയ്യോ രായ, എൻ്റെ ഒരു ലിമിറ്റായിപ്പോയി രായ. കുറച്ചതിന് അയച്ചുതരാം. സാരി എൻ്റെ അയക്കല്ലേ എല്ലാവരും. എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ തന്നെ അയക്കണം. എൻ്റെ ജിപേ ലിമിറ്റായിപ്പോയി. എന്നാൽ ജിപേയിൽ ഇതും കൂടി ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. അവനെ ഞാൻ കൊടുക്കാം. ഞാൻ മറക്കത്തില്ല. എൻ്റെ ഇന്നിപ്പോൾ ജിപേ ലിമിറ്റായിപ്പോയി. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നാളെ കൊടുക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഈ പ്ലാൻ ചെയ്ത സംഭവം നിങ്ങളെല്ലാവരും കൂടെ നിന്നതിന് എടാ ഒന്ന് പിൻ ചെയ്ത് തരാം. എൻ്റെ ജിപേയുടെ നമ്പർ കുറേ പേര് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്. പിൻ ചെയ്ത് കുറേ പേര് എന്നെ സോറി എല്ലാവരും ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ കൂടെ ഈ ഒരു കാര്യത്തിന് ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നതിന്. ലൈക്ക് അവനത് ഒരുപാട് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒരു ഭയങ്കര ഹെൽപ്പാകുന്നൊരു കാര്യം നടന്നു. മീൻസ് അലോട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. സിറ്റി കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് സിറ്റി കയറാം. ഓക്കെ രായ വാ. എന്നിട്ട് വാ എല്ലാവരും വാ. വെള്ളോട്ടൊന്നും ഇല്ല എടുക്കാം. ഇല്ല എടുക്കില്ല. കോഹ്ലി ഡ്രസ്സിനെ പറ്റത്തുള്ളൂ. കാരണം ഇവര് എടുത്തരാം. ഞാൻ കൊണ്ടുവരാം. ഇവര് വന്ന് എടുത്താലേ അത് നിനക്ക് ഹൈനാണ് വേണ്ടത്. ഒരു കാർണേജ് കൂടെ വരും. രായ മുതുവീര കണ്ണക്കുടി കുഴി. എല്ലാവർക്കും വണ്ടി ആയില്ലേ? സെറ്റ് അല്ലേ? എല്ലാരും വാ. പോട്ട്. ഏതാ എന്റെ അമ്മ ബുള്ളറ്റ് എലിയോട്ട് നോക്കിയാണ്. എന്താ അളിയാ എന്റെ അമ്മോ. എന്റെ അമ്മോ. വാ ഇവിടെ കൊണ്ട് സെറ്റാക്കി. ഇവിടെ കൊണ്ട് അടുക്ക് മുതുക്കില്ലേ. ബീച്ച്. ഓ എനിക്കൊരു വാക്കാറാണ്. വണ്ടി കണ്ടവൻ എടുത്തോണ്ട് ഇനി ഓട്ടിക്കരുത്. അല്ല അതങ്ങനെ ഓടിക്കാൻ നമ്മളെ വണ്ടി അല്ല അങ്ങനല്ല. ഇല്ല ഒന്നും പോകില്ല. അതൊന്നും പോകില്ല. എടാ കുറച്ച് ഗാഡി കൊണ്ടിട വണ്ടിയുടെ ഫ്രണ്ട് ചെയ്യുന്ന എല്ലാരും മേളിൽ കയറുന്നു. എന്റെ അമ്മോ. എന്റെ ആളെ ഉള്ളത്തെ കറക്റ്റ് സെന്ററിൽ ഹെലി നിർത്ത്. കറക്റ്റ് സെന്ററിൽ ഹെലി എയറിൽ തന്നെ നിർത്ത്. എന്റെ ആളിയാ എന്ത് സീനത്. എന്റെ മോനെ ഉള്ളത്തെ ഹെലി കറക്റ്റ് സെന്ററിൽ കൊണ്ടോ നിർത്തണ്ട. അവിടെ എയറിൽ തന്നെ നിർത്ത്. ഇടിക്കല്ലേ ആരെ നമ്മ ഇട്ടേക്കുന്ന ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇടിക്കല്ലേ കൊണ്ടിടത്. മാറ്റാം. ഇപ്പൊ ഒരു ചെറിയൊരു പരിപാടി എല്ലാരും ഒരുമിച്ചിട്ട് നിങ്ങളെല്ലാരും ഒരുമിച്ച് ഞാൻ പറയാം. സ്ലോട്ടിലിട്ടിട്ട് ഒരുമിച്ച് ജ്യൂസ് കൊടുത്താൽ പറയാം. ഒരേപോലെ അതെ ഓക്കെ അപ്പൊ റെഡി
1 ഇല്ല സ്റ്റാർട്ടില് നിങ്ങൾ ചെക്കണേ റെഡി എടാ റെഡി 1 2 3 സ്റ്റാർട്ട് എന്റെ പോരെ എന്റെ അളിയ എന്ത് സീനത് എല്ലാവരും ഒരുമിച്ച് ഹോൺ അടിച്ചാണ് ഒരുമിച്ച് പറയാം എല്ലാവരും കയറി വണ്ടി എല്ലാവരും കത്തുന്ന നോക്കിയാണ് വണ്ടി ഞാൻ പറഞ്ഞിട്ടേക്ക് ഒരുമിച്ച് പറയാം എടാ ആരാ ഞെക്കുന്ന വെയിറ്റ് ചെയ്യും ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് എന്റെ അപ്പോ എന്റെ അളിയ എന്തരിത് എന്റെ അപ്പോ എന്റെ അളിയ ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.